AJS ക്രിയേറ്റീവ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു വെറൈറ്റി പലഹാരം ഉണ്ടാക്കാം. നമ്മൾ സാധാരണ വാഴയിലയിലാണ് അടയുണ്ടാക്കാറുള്ളത്. എന്നാൽ അതിന് പകരം നമുക്ക് പൂവരിശിൻ്റെ ഇല കൊണ്ടുണ്ടാക്കാം. ഇതാണ് പൂവരിശെന്ന് പറയുന്ന വൃക്ഷം. ഇതിന് ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് പറയുന്നത്. ചിലരതിന് പരുത്തി എന്ന് പറയും. ഇത് സാധാരണ മിക്ക വീടുകളുടെയും പറമ്പുകളിലുണ്ട്. നമ്മൾ കുരുമുളക് പൊടിയൊക്കെ കയറ്റാനായിട്ട് പൂവരിശ് നട്ടു വളർത്തും. അതുപോലെ ആറ്റുതീരങ്ങളിലൊക്കെ കാണപ്പെടും. ഈ പൂവരിശിൻ്റെ ഇല കൊണ്ട് നമുക്കിന്ന് അടയുണ്ടാക്കാം. അതിനുള്ള മാവ് നമുക്ക് കുഴച്ചെടുക്കാം. 2 കപ്പ് അരിപ്പൊടി, നല്ല തരിയില്ലാതെ ഇടഞ്ഞ് വെച്ചിരിക്കുന്ന നന്നായിട്ട് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടിയായത്. അതായത് നമ്മൾ പത്തിരി, അട, കൊഴുക്കട്ട ഒക്കെ ഉണ്ടാക്കാനായിട്ട്, ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി വേണം. ഒട്ടും തരി ഉണ്ടാവരുത്. ഇടഞ്ഞു വെച്ചിരിക്കുന്ന മൂപ്പിച്ച അരിപ്പൊടിയായത്. 2 കപ്പ് അരിപ്പൊടി എടുത്തു. ഇത് കുഴയ്ക്കാനായിട്ട് നമുക്കല്പം വെള്ളം അടുപ്പത്ത് വെക്കാം. വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം വേണം ഇതിനകത്ത് ഒഴിക്കാനായിട്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, നമ്മുടെ വെള്ളം വെട്ടിത്തിളച്ചു. ആ തിളച്ച വെള്ളം ഒഴിക്കുന്നത്. മൂത്ത അരിപ്പൊടി ആയതുകൊണ്ട് വെള്ളം ഒഴിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം വേണ്ടി വരും. നന്നായിട്ട് കുഴച്ചെടുക്കണം. പെട്ടെന്ന് കണ്ടോ വെള്ളം വലിഞ്ഞത്. മൂത്ത അരിപ്പൊടി ആയതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിച്ചാലേ ഇത് നമുക്ക് കുഴച്ചെടുക്കാൻ ഒക്കൂ. അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ആ പാകത്തിന് കുഴച്ചെടുക്കാം. ഇതുപോലൊരു തടിത്തവി ഉപയോഗിച്ച് കുഴയ്ക്കാനൊക്കത്തുള്ളൂ. അല്പസമയം വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാൻ. ഇനി ഇത് കൈകൊണ്ടാണ് കുഴയ്ക്കേണ്ടത്. കൈകൊണ്ട് കുഴയ്ക്കണമെങ്കിൽ ഇതിൻ്റെ ചൂട് അല്പം കുറയണം. നമുക്ക് കൈ പൊള്ളാത്ത ചൂടിൽ മാത്രമേ ഇനി ഇത് കുഴയ്ക്കാനൊക്കൂ. ഇപ്പോൾ ഇതിൻ്റെ ചൂട് അല്പം ആറിയിട്ടുണ്ട്. തൊട്ട് നോക്കിയാൽ നമ്മുടെ കൈ പൊള്ളുകയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കൈ കൊണ്ട് കുഴയ്ക്കാവൂ. അല്ലെങ്കിൽ കൈ പൊള്ളിപ്പോവും. ഇത് കുഴയ്ക്കുന്നതിന് മുൻപ് നമ്മുടെ കയ്യിലോട്ട് അല്പം വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ഉരുക്ക് നെയ്യോ ഉപയോഗിച്ച് വേണം കുഴയ്ക്കാൻ. അല്പം കയ്യിൽ ഒഴിക്കാം. ഒരു അല്പം മാവിനകത്തോടും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ ഓയിലോ നെയ്യോ ചേർക്കുന്നത് ഈ മാവ് കുഴയ്ക്കുന്നതിന് എളുപ്പമുണ്ട്. അതുപോലെ ഇത് കുഴച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടുണ്ടാക്കുന്ന പലഹാരത്തിന് നല്ല മയമായിരിക്കും. നല്ല മയത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, ചെറിയ ചൂടുണ്ട്. തീരെ തണുത്ത് പോവരുത്. ചെറിയ ചൂടോടെ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇനി ഈ മാവ് കുഴച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്ത് വയ്ക്കാനുള്ള കൂട്ട്, ഇലയപ്പം പരത്തുന്ന പോലെ തന്നെ ഇലയിൽ പരത്തിയിട്ട് ഇതിനകത്ത് വയ്ക്കാനുള്ള കൂട്ട് നമുക്ക് റെഡിയാക്കി വയ്ക്കണം. അതായത് ശർക്കരയും അതിനകത്ത് അല്പം തേങ്ങായും ഇച്ചിരി ഏലക്കായും ജീരകവും ചേർത്ത കൂട്ട് റെഡിയായതിന് ശേഷം നമ്മൾ കഴുകി തുടച്ച് വൃത്തിയാക്കി വെള്ളം തോരാൻ വെച്ചിരിക്കുന്ന ഇലയാണ്. ആ ഇല എടുത്ത് നമുക്ക് ആ ഇലയിലോട്ട് ഈ മാവ് അല്പം പരത്തി നോക്കാം. നമ്മൾ ഇലയുടെ പരത്താറുണ്ടല്ലോ, അതുപോലെ തന്നെ ഉള്ളൂ. വ്യത്യാസം ഇല മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇപ്പം നമ്മുടെ മാവിന് നല്ല മയമായി. തൊട്ട് നോക്കിയാൽ അറിയാം. താണു പോകും നമ്മൾ തൊട്ടാൽ, കൈകൊണ്ട് തൊട്ടാൽ. നല്ല മയത്തിലായിരിക്കുന്നത്. അതിലൊരു കൊഴുക്കട്ടയുടെ വലിപ്പത്തിലെടുത്ത് ഓരോ ഇലയിലും പരത്താം. ഒരു കൊഴുക്കട്ടയുടെ വലിപ്പമുള്ള മാവെടുത്താൽ ഒരു ഇലയ്ക്ക് പാകമായിരിക്കും. അല്പം വെള്ളം ഒരു പാത്രത്തിലെടുത്ത് നമ്മുടെ കൈ അതിലൊന്ന് മുക്കിക്കൊണ്ട് വേണം പരത്താൻ. ഈ ഇലയുടെ അതേ ഷേപ്പിൽ പരത്തിയെടുക്കണം. എങ്കിലേ നമ്മൾ തുറന്ന് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇലയപ്പം ഈ ഇലയുടെ ഷേപ്പിൽ കിട്ടത്തുള്ളൂ. കനം കുറച്ച് പരത്തണം. നമ്മൾ വാഴയില കൊണ്ടുണ്ടാക്കുമ്പോഴും നല്ല അടയുണ്ടാക്കുമ്പം കനം കുറച്ച് പരത്തിയാലാണ് അതിന് രുചി വരുന്നത്. അതുപോലെ നന്നായിട്ട് കനം കുറച്ച് ഇലയുടെ അരികു വരെയും പരത്തണം.
അല്പം സാവകാശത്തിൽ ചെയ്യാവുന്ന ഒരു ജോലിയാണ്. ധൃതി പിടിക്കാതെ, ഇലയുടെ പുറത്തൊന്നും പോകാതെ നന്നായിട്ട് പരത്തിയെടുക്കണം. ഇലയുടെ തുമ്പ് വരെയും പരത്തണം, എങ്കിലേ ആ ഇലയുടെ ഷേപ്പ് അതുപോലെ കിട്ടത്തുള്ളൂ. ഇങ്ങനെ നമുക്ക് ഈ അപ്പം മുഴുവനും പരത്തിയെടുക്കാം. കണ്ടോ, നമ്മൾ റെഡിയാക്കി വെച്ച കൂട്ടായത്. തേങ്ങായും ശർക്കരയും ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച കൂട്ടാണ്. ഇത് നമുക്കിതിനകത്തോട്ട് വാരി വയ്ക്കാം. ഞാൻ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. മധുരം അവരവരുടെ പാകത്തിന് ചേർത്തോണം. മധുരം കൂടുതൽ വേണ്ടിയവർക്ക് മധുരം കൂടുതൽ ചേർക്കാം. ഈ കൂട്ടങ്ങോട്ട് വാരി വെച്ചിട്ട് നമുക്ക് ഇലയങ്ങ് മടക്കണം. ഇതുപോലെ അങ്ങോട്ട് മടക്കിയെടുക്കണം. ലേപ്പൊക്കെ റെഡിയായി. ഇനി നമുക്ക് സ്റ്റീമർ അടുപ്പ് വെച്ചിട്ടുണ്ട്, അടിയിൽ വെള്ളമുണ്ട്, അതിൻ്റെ മുകളിലോട്ട് വയ്ക്കാം. ഒരു തട്ടിലുള്ളത് വെക്കാം, പുറത്തൊന്നും വെക്കണ്ട. ഒരു ട്രിപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് ഉണ്ടാക്കാം. കണ്ടോ, നമ്മുടെ ഇലയപ്പം ഇലയുടെ റെഡി ആയിട്ടുണ്ട്. ഇത് റെഡിയായോന്നറിയാനായി ഇല ഇതുപോലൊന്ന് പൊളിച്ച് നോക്കണം. അപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കത്തില്ല. ആദ്യത്തെ ട്രിപ്പ് നമ്മൾ എടുത്തു, ഇത് സെക്കൻഡ് ട്രിപ്പാണ്. ഇതും കൂടെ നമുക്ക് എടുക്കാം. കണ്ടോ, എത്ര ഭംഗിയായിട്ടായിരിക്കുന്നത്. ആ ഇലയുടെ അതേ ഷേപ്പിലല്ലേ ആ അപ്പം ഉണ്ടായിരിക്കുന്നത്. ഒട്ടിപ്പിടിക്കത്തില്ല, നല്ല ഭംഗിയായിട്ടത് കിട്ടും. ഒരല്പസമയം നമ്മൾ മെനക്കെട്ട് ഇതുപോലെ ഈ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും വീട്ടിലുള്ളവർക്കും ഒക്കെ ഈ വെറൈറ്റി കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. എന്നും നമ്മൾ വാഴയിലയിലാണ് ഉണ്ടാക്കുന്നത്. അല്പം വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. നിങ്ങൾക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.